ഏപ്രിൽ 28-ന് കേരള ഹർത്താൽ. ഒരു കാലത്ത് മലയാളികളുടെ ആഘോഷമായിരുന്നു ഹർത്താലുകൾ. ഹർത്താൽ പ്രഖ്യാപിച്ചാൽ ഉടൻ തന്നെ കോഴിക്കടയിലെയും ബിവറേജസ് കോർപ്പറേഷനിലെയും ബാറുകളിലെയും വിൽപ്പന കുതിച്ചുയരും. അങ്ങനെ മലയാളികൾ ആഘോഷിച്ചുകൊണ്ടിരുന്ന ഹർത്താൽ ഇതാ വീണ്ടും വരുന്നു. ഏപ്രിൽ 28-ന് ജസ്റ്റിസ് ഫോർ നിതിൻ ആക്ഷൻ കൗൺസിലും വിവിധ ദളിത് സംഘടനകളുമാണ് ഹർത്താലിന് ആഹ്വാനം നൽകിയിരിക്കുന്നത്. കാരണമായി പറയുന്നത് കണ്ണൂർ അഞ്ചരക്കണ്ടി സ്വാശ്രയ മെഡിക്കൽ കോളേജിൽ ആത്മഹത്യ ചെയ്ത RL നിതിൻ രാജിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് കടുത്ത ജാതി വിവേചനം ഉണ്ടായിട്ടുണ്ടെന്നും ആ ജാതി വിവേചനത്തിന് കാരണക്കാരായിട്ടുള്ള അധ്യാപകരായിട്ടുള്ള ഡോക്ടർ MK റാമിനെയും ലത ശശിധരനും അടക്കം അറസ്റ്റ് ചെയ്ത് വിചാരണ നടത്തണമെന്നുമാണ് ഇവരുടെ ആവശ്യം. നിയമത്തിന് മുന്നിൽ ഇവരെ കൊണ്ടുവരിക, വേണ്ട ശിക്ഷ നൽകുക എന്നുള്ളതാണ് ഈ ഹർത്താൽ അനുകൂലികളുടെ അല്ലെങ്കിൽ ഹർത്താൽ ആഹ്വാനം ചെയ്തവരുടെ ആവശ്യം. ന്യായമായ ആവശ്യം തന്നെയാണ്. പക്ഷേ പോലീസ് അക്കാര്യത്തിൽ കൃത്യമായ നടപടികളുമായി മുന്നോട്ട് പോകുന്നു. മാത്രമല്ല, ഇവിടെ ദളിത് അട്രോസിറ്റിക്ക് പുറമെ പോലീസ് മറ്റൊരു FIR കൂടി ഇട്ടിട്ടുണ്ട്. അതായത് നിതിൻ രാജ് ലോൺ എടുത്തിട്ടുള്ള ഒരു ആപ്പുമായി ബന്ധപ്പെട്ടാണ് ആ ഒരു FIR ഇട്ടിരിക്കുന്നത്. ഇൻസ്റ്റാപേ എന്ന ആപ്പ് വഴി അമ്മയുടെ ചികിത്സയ്ക്കായി വായ്പ എടുത്തു എന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. അതിൽ 1000 രൂപ മാത്രമേ അദ്ദേഹത്തിന് അടയ്ക്കാൻ കഴിഞ്ഞുള്ളൂ. 8000 രൂപ ഉടൻ അടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത 9-ാം തീയതി നിരവധി കോളുകൾ, കൃത്യമായി പറഞ്ഞാൽ 90ഓളം കോളുകളാണ് അദ്ദേഹത്തിനും അധ്യാപികയായ ലത ശശിധരനുമായി ലഭിച്ചത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലുള്ള സമ്മർദ്ദം മൂലമാകാം നിതിൻ ആത്മഹത്യ ചെയ്തത് എന്നുള്ള നിഗമനത്തിലേക്കും പോലീസ് എത്തിയിട്ടുണ്ട്. ആ വഴിക്കും അന്വേഷണം പുരോഗമിക്കുന്നു. ഒപ്പം തന്നെ ജാതി അധിക്ഷേപവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവും പുരോഗമിക്കുകയാണ്. ഇക്കാര്യത്തിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമോ ഭിന്നതയോ ഉണ്ടെങ്കിൽ, പോലീസ് അന്വേഷണം ശരിയായ നിലയിലല്ല നടക്കുന്നതെങ്കിൽ തീർച്ചയായും ജസ്റ്റിസ് ഫോർ നിതിൻ ആക്ഷൻ കൗൺസിലിനും അതേപോലെ തന്നെ വിവിധ ദളിത് സംഘടനകൾക്കും കോടതിയടക്കം സമീപിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ എന്തിനാണ് ഈ ഹർത്താൽ ആഹ്വാനം ചെയ്തത് എന്നുള്ളതാണ് മലയാളികളുടെ മുന്നിൽ ഉയരുന്ന ചോദ്യം. 2009-ൽ നിരന്തരമായ ബന്ദുകൾ ചെറുതും വലുതുമായ രാഷ്ട്രീയ പാർട്ടികൾ പ്രഖ്യാപിക്കുന്നതോടുകൂടി ജനജീവിതം സ്തംഭിപ്പിക്കുന്നതിനെ തുടർന്ന് 2009-ൽ സുപ്രീം കോടതി ബന്ദ് നിരോധിച്ചു. P സദാശിവം, JS കഹാർ അടങ്ങുന്ന ബെഞ്ചാണ് ബന്ദ് നിരോധിച്ചത്. ബന്ദ് ആഹ്വാനം ചെയ്യുന്നവരെ ജീവപര്യന്തം തടവിലാക്കാനുള്ള നടപടികളുമായിട്ട് സുപ്രീം കോടതി മുന്നോട്ട് പോയി. അതോടുകൂടി ബന്ദ് നിരോധിക്കപ്പെടുകയും മറ്റൊരു പേരിൽ ഈ ബന്ദ് പുനഃസ്ഥാപിക്കപ്പെടുകയുമാണ് ചെയ്തത്. ഹർത്താൽ എന്ന പേരിലാണ് ഈ ബന്ദ് പുനഃസ്ഥാപിക്കപ്പെട്ടത്. 2018 ഏപ്രിൽ 16-ാം തീയതി കേരളത്തിൽ ഒരു ഹർത്താൽ നടന്നു. 10 വയസ്സുകാരൻ അഡ്മിനായിട്ടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ് വഴിയാണ് ഈ ഒരു ഹർത്താൽ നടന്നത്. ഒരുപക്ഷെ ലോകത്ത് ആദ്യമായിട്ടായിരിക്കും ഇത്തരം ഒരു വാട്സാപ്പ് ഹർത്താൽ കേരളത്തിൽ നടക്കുന്നത്. കേരളത്തിൽ മാത്രം ആണ് നടന്നത്. കേരളത്തിൻ്റെ മാത്രം ഒരു ആഘോഷമാണ് ഈ ഹർത്താൽ എന്ന് വേണമെങ്കിൽ പറയാം. അന്ന് ഈ 10 വയസ്സുകാരൻ അഡ്മിനായിട്ടുള്ള ഈ ഹർത്താൽ എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാശ്മീരിൽ പീഡനത്തിനിരയായ കഠുവ പെൺകുട്ടിക്ക് നീതി ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ 10 വയസ്സുകാരൻ ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. 385 ക്രിമിനൽ കേസുകളാണ് ആ ഒരു ഹർത്താലുമായി ബന്ധപ്പെട്ടെടുത്തത്. 1595 പേർക്കെതിരെ കേസെടുത്തു. അന്ന് രാജ്യസഭയിൽ V മുരളീധരൻ MP യാണ് ഈ ഒരു വിഷയം ഉന്നയിച്ചത്. അന്ന് IT മന്ത്രിയായിരുന്ന രവിശങ്കർ പ്രസാദ് ഇക്കാര്യത്തിൽ ഗൗരവമായ ഒരു അന്വേഷണം വേണമെന്ന് പറയുകയും അങ്ങനെ ഈ ഒരു വിഷയം, ഈ വാട്സാപ്പ് ഹർത്താൽ CBIക്ക് വിടുകയും ചെയ്തു. 2017-ൽ മാത്രം 120 ഹർത്താലാണ് ഉണ്ടായത് കേരളത്തിൽ. 2018-ൽ 97 ഹർത്താൽ ഉണ്ടായി. അതിൽ തന്നെ ഏപ്രിൽ മാസത്തിൽ മാത്രം 12 ഹർത്താലുകൾ. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു മാസത്തിൽ 12 ഹർത്താൽ നടന്ന സംസ്ഥാനമാണ് കേരളം. 2019 ആകുമ്പോഴേക്കും ഹർത്താലിൻ്റെ എണ്ണം 12ആയി കുറഞ്ഞു. പക്ഷേ 2020 ആകുമ്പോഴേക്കും അത് 98ആയി വർദ്ധിച്ചു. ഇതോടുകൂടി പൗരന്റെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നു. പൗരന്റെ സ്വത്തിനും ജീവനും ഭീഷണിയുമാകുന്നു. അത്തരത്തിലാണ് ഹർത്താലുകൾ നടക്കുന്നത്. ആ ഹർത്താൽ ദിനത്തിൽ ആരെങ്കിലും പുറത്ത് വണ്ടിയുമായി വന്നാൽ ഹർത്താൽ അനുകൂലികൾ വണ്ടി തടഞ്ഞു നിർത്തും, പൗരന്മാരെ ആക്രമിക്കും. അങ്ങനെ നിരവധി പേര്, ആയിരക്കണക്കിന് നിരപരാധികളാണ് ഈ ഹർത്താൽ പ്രഖ്യാപിക്കുന്നവരാൽ ആക്രമിക്കപ്പെട്ടത് കേരളത്തിൽ. അത്തരം നിരവധി പേർ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ ഹർത്താൽ അനുകൂലികളുടെ ആക്രമണം വർദ്ധിച്ചപ്പോൾ കേരളത്തിൽ ഒരു ഓർഡിനൻസ് ഇറക്കിയ കേരള പ്രിവെൻഷൻ ഓഫ് ഡാമേജ് ടു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആൻഡ്
പേയ്മെൻറ്റ് ഓഫ് കോമ്പൻസേഷൻ ഓർഡിനൻസ് ആണ് ഈ ഓർഡിനൻസിൻ്റെ പേര്. ഈ ഓർഡിനൻസ് പ്രകാരം ആരുടെയെങ്കിലും ജീവനോ സ്വത്തിനോ ഈ ഹർത്താൽ പ്രഖ്യാപിക്കുന്നവർ നാശനഷ്ടം വരുത്തിയാൽ അതിനവർക്ക് നഷ്ടപരിഹാരം നൽകേണ്ടി വരും. അത്തരത്തിൽ നിരവധി നിയമങ്ങൾ ഉണ്ടായിട്ട് പോലും നിരവധി തവണ സർക്കാർ തലത്തിലും കോടതി തലത്തിലും നിരവധി ശ്രമങ്ങൾ ഉണ്ടായിട്ട് പോലും ഹർത്താലുകൾ തുടരുകയാണ്. ഈ ഏപ്രിൽ 28 ഹർത്താൽ കൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടാകുന്നത്? പഴയതുപോലെ തന്നെ ഉള്ള ഒരു നേട്ടവും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇതുവരെ നടന്നിട്ടുള്ള ബന്ദ് മൂലവും ഹർത്താൽ മൂലവും ഏതെങ്കിലും ആവശ്യം നിറവേറിയതായിട്ട് നമുക്കറിവില്ല. അത്തരമൊരു ഹർത്താൽ വീണ്ടും എന്തിനാണ് ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്നത്? ഒരു ദിവസത്തെ ഹർത്താൽ കൊണ്ട് കേരളത്തിന് 2000 കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടാകുന്നത്. വ്യവസായ മേഖലയിലടക്കം 2000 കോടി രൂപ. അത്തരത്തിൽ എത്ര കോടി രൂപയാണ് ഹർത്താൽ പ്രഖ്യാപിക്കുന്നവർ കേരളത്തിന് ഉണ്ടാക്കിയത് എന്ന് ആലോചിച്ചാൽ ഒരെത്തും പിടിയും കിട്ടില്ല. അതുപോലെ തന്നെയാണ് ഇത്തവണയും ഉണ്ടാകാൻ പോകുന്നത്. ഏപ്രിൽ 28 ഹർത്താൽ കൊണ്ട് എന്ത് നേട്ടം? നിങ്ങൾക്ക് ഈ പോലീസ് അന്വേഷണത്തിൽ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നേരെ കോടതിയെ സമീപിക്കുക, അല്ലെങ്കിൽ അതിന് തക്ക വിധമുള്ള നിയമ നടപടികളുമായി നിങ്ങൾ മുന്നോട്ട് പോവുക. എന്തിനാണ് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത്? നിങ്ങളെ മാത്രമല്ല കുറ്റപ്പെടുത്തുന്നത്, ഇവിടുത്തെ CPM, കോൺഗ്രസ്, BJP ഇവരെല്ലാം തന്നെ ഇതിൽ ഭാഗഭാക്കാണ്. നിരവധി ചെറുതും വലുതുമായിട്ടുള്ള നിങ്ങളെപ്പോലുള്ള സംഘടനകൾ ഇതെല്ലാം തന്നെ ഒരു പ്രസ്താവന ഇറക്കുന്നു, ജനം ഭയന്ന് വീട്ടിലിരുന്നു. ഇത്തരത്തിൽ ജനങ്ങളെ ഭയപ്പെടുത്തിക്കൊണ്ട് കേരളം പോലെ സംസ്കാര സമ്പന്നമായിട്ടുള്ള ഒരു ജനവിഭാഗത്തിനിടയിലേക്ക് ഇത്തരം അപരിഷ്കൃതമായിട്ടുള്ള സമരരീതി ഇനി എന്തിനാണ്? നമുക്ക് ഈ ഒരു സമരമുറ അവസാനിപ്പിച്ചേ പറ്റുകയുള്ളൂ. കാരണം ജനങ്ങളെ ബന്ദികളാക്കിക്കൊണ്ടാണ് നിങ്ങൾ ഈ ഹർത്താൽ നടത്തുന്നത്. അതുകൊണ്ട് ഈ അപരിഷ്കൃതമായ പ്രാകൃതമായിട്ടുള്ള ഈ ഒരു നടപടിയിൽ എന്തിൻ്റെ പേരിലായാലും അവസാനിപ്പിച്ചേ പറ്റുകയുള്ളൂ. അത് ആര് നടത്തിയാലും അവരെ എല്ലാം തന്നെ ജനങ്ങൾ ചെറുത്ത് തോൽപ്പിക്കേണ്ടതുണ്ട് എന്ന് മാത്രമാണ് ജനങ്ങൾക്ക് പറയാനുള്ളത് എന്നുള്ളത് വളരെ സ്പഷ്ടമാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.